കാലത്തെ ലക്ഷ്മി എഴുന്നേറ്റപ്പോൾ വൈശാഖൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയാണ്. ഏട്ടൻ എങ്ങോട്ട് പോവാണ്? ഞാൻ ടൗണിൽ വരെ പോവാം. അത് കഴിഞ്ഞ് മരിച്ച വീട്ടിലും പോകണം. ടൗണിൽ ഇത്രയും കാലത്തെ പോണോ? കുറച്ച് കഴിഞ്ഞാൽ ഞാനും കൂടി വരാം. വേണ്ട, തൻ്റെ സഹായം ഇപ്പോൾ ആവശ്യമില്ല. അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഉമ്മറത്തിരിപ്പുണ്ട്. എങ്ങോട്ടാ മോനെ? അച്ഛാ, എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അച്ഛനല്ലാതെ ആർക്കും ഈ വിവരം അറിയില്ല. ആരോടും പറയുകയും വേണ്ട. ശരി, നീ പോയിട്ട് വരൂ മോനെ. അയാൾ പറഞ്ഞതും അവൻ മുറ്റത്തേക്കിറങ്ങി. അവനിതെവിടെ പോയതാ കാലത്തെ? അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടുവന്ന സുമിത്ര ചോദിച്ചു. അവൻ ഇന്നലെ മരിച്ചെന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ്റെ മുത്തശ്ശിയെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോയതാ. ഇത്രയും രാവിലെയോ? ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ. ആരോ കൂട്ടുകാരവിടെ വന്ന് നിപ്പുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നീ അവനോട് വന്നിട്ട് ചോദിക്കേ. മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ലക്ഷ്മിയും അയാൾ പറയുന്നത് കേട്ടു. മോളെ, അവൻ ഇവിടെ പോയതാ. മരിച്ച വീട്ടിൽ പോകണം, പിന്നെ ടൗണിൽ വരെ പോകണമെന്ന് പറഞ്ഞമ്മേ. അവൾക്കും ഒന്നും അറിയില്ലെന്ന് ശേഖരന് മനസ്സിലായി. എഴുത്തി കാലത്ത് എണീറ്റോ? ഉണ്ണിമോൾ ഉറക്കച്ചിറവോടെ എഴുന്നേറ്റ് വന്നു. ഇല്ല, ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. വീണ എവിടെ? വീണേച്ചതിൽ മുറ്റം അടിക്കുന്നു. ലക്ഷ്മി അടുക്കളയിലേക്ക് ചെന്നു. ദോശയും ചമ്മന്തിയാണ് കാലത്തെ ഭക്ഷണം. സുമിത്രയാണെങ്കിൽ ദോശ ഒന്നൊന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, നാളികേരം ഇവിടെ ഇരിക്കുന്നേ? അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. മോൾക്കതൊക്കെ വശമുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ണിമായി അത് ചിരവിക്കോളും. സാരയില്ലമ്മേ, ഞാനും വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നതാ. അവൾ നാളികേരം എടുത്ത് കുറേശ്ശെയായി ചിരവി. അപ്പോഴേക്കും ഉണ്ണിമോൾ വന്ന് ചുമന്നുള്ളി എടുത്ത് തൊലി കളഞ്ഞു. 3 വറ്റൽമുളകും എടുത്ത് ഒന്ന് ചൂടാക്കി. ഇവയെല്ലാം കൂടി ലക്ഷ്മി നന്നായി മിക്സിയിൽ അരച്ചെടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയുമൊക്കെ മൂപ്പിച്ചവൾ നല്ല അസല് ചമ്മന്തി ഉണ്ടാക്കി. അമ്മേ, എങ്ങനെയുണ്ടെന്ന് നോക്കി. അവൾ ഒരു സ്പൂണിൽ കുറച്ചെടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി. മോളെ, ഉപ്പിട്ടില്ല. അയ്യോ, സോറി അമ്മേ, ഞാനത് മറന്നു. സാരില്ല, ഞാൻ ഒഴിച്ചേക്കാം. അവരാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു. അപ്പോഴേക്കും വീണ മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ട് വന്നു. അമ്മേ, ദേവി ചേച്ചി പാലിന് വന്നു. ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും സുമിത്ര അവർക്കുള്ള പാലുമായിട്ട് പുറത്തേക്ക് വന്നു. പുതിയ കുട്ടി ഇവിടെ ഇല്ലേ സുമിത്രേച്ചി? ഉണ്ട്, ഞാൻ വിളിക്കാം. മോളെ ലക്ഷ്മി, ഇങ്ങോട്ടൊന്ന് വന്നേ. മോളെ, ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയാണ്. പാല് മേടിക്കാൻ വന്നതാ. മരുമകളെ സുമിത്ര അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ കല്യാണത്തിന് വന്നായിരുന്നു. അന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് ആളുകളില്ലായിരുന്നോ? ലക്ഷ്മി ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. കുറച്ച് കഴിഞ്ഞതും അവർ പോയി. ഏടത്തിയെ കാണാൻ എന്തോരോ ആളുകളാണെന്നോ വന്നത്. ഏടത്തി ഇപ്പോൾ ഇവിടെ VIP ആണ്. ഉണ്ണിമോൾ ചിരിച്ചു. ഏട്ടനെവിടെ? ഇത്രയും നേരമായിട്ടും എഴുന്നേറ്റില്ലല്ലേ? ഏട്ടൻ ടൗണിൽ വരെ പോയി. പിന്നെ ഒരു മരിച്ചടക്കിനും ഒക്കെ പോയതാ. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് ലക്ഷ്മി അവളുടെയും വൈശാഖിൻ്റെയും ഡ്രസ്സൊക്കെ നനച്ചിടാനായി പോയി. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ഓർത്തു. ശേഖരൻ കാലത്തെ തന്നെ പാടത്തേക്ക് പോയിരുന്നു. വിളവെടുക്കാറായി വരികയാണ്. ഏത്തവാഴക്കൂലി എല്ലാം വെട്ടാറായി. അല്ലെങ്കിലും ഓണമല്ലേ വരുന്നത്. ആ വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് ശേഖരൻ്റെ വിളവെടുപ്പ്. എടാ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത് കിട്ടുമോടാ? വൈശാഖൻ വിഷ്ണുവിനോട് ചോദിച്ചു. എൻ്റെ അളിയാ, ഞാൻ ഓർക്കുന്ന അതല്ല. നീ ഈ ജോലിക്കൊക്കെ പോകുന്നത് അഭിമാനക്കുറവല്ലേടാ? നിൻ്റെ വൈഫിൻ്റെ ഫാമിലിയെ വെച്ച് നോക്കുമ്പോൾ. ഓ, എന്തോന്ന് അഭിമാനക്കുറവ്? ജോലി ഇല്ലാത്തതാണടാ ശരിക്കും അഭിമാനക്കുറവ്. അതല്ലടാ, എന്നാലും നിൻ്റെ വൈഫ് ഒരു കാരണവശാലും ഇത് കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യില്ല. അത് 100% ഉറപ്പാണെന്ന് അവനും അറിയാം. കാരണം അവൾ അശോകൻ മുതലാളിയുടെ മകളാണ്. എടാ, അച്ഛന് പ്രായമായി വരികയാ. ഇനി അച്ഛനോട് കാശ് ചോദിക്കാൻ ആകെ മടിയാണ്. എൻ്റെ അവളുടെയും ചിലവിനുള്ളതെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി. നടക്കും, നീ ടെൻഷനാവണ്ട. നിനക്കിപ്പോൾ നല്ല സമയമാണെടാ. എടാ, വൈഫാളെങ്ങനെ? ഫ്രണ്ട്ലി ആണോ? അവൾ കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്ത ആഴ്ച മുതൽ അവൾ കോളേജിൽ പോകണം. അപ്പോൾ വണ്ടിക്കൂലി, ചിലവ് എല്ലാം ഇല്ലേ? എൻ്റെ കൈ കാശുണ്ടെങ്കിൽ പിന്നെ സാരമില്ല. ഇത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഇനി മേടിക്കുന്നത്? നീ പറയുന്നത് കാര്യമുണ്ട്. എല്ലാം ശരിയാകും.
അങ്ങനെ വിഷ്ണുവും വൈശാഖും കൂടി ടൗണിലെത്തി. പ്രീതി ടെക്സ് എന്നെഴുതിയ വലിയ ബോർഡുള്ള 7 നില കെട്ടിടത്തിൻ്റെ മുമ്പിൽ അവർ വന്നിറങ്ങി. ഇതേ ഷോപ്പിൻ്റെ മതിലകത്തെ ബ്രാഞ്ചിലാണ് തങ്ങൾ വിവാഹ ഡ്രസ്സ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞ് വിഷ്ണു കൂട്ടുകാരനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ വാ, ഇൻ്റർവ്യൂ നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചറിയാം. എക്സ്ക്യൂസ് മീ, ഇന്ന് ഇൻ്റർവ്യൂ നടക്കുന്ന എവിടെയാണ്? റിസപ്ഷനിസ്റ്റ് പറഞ്ഞ വഴി അവർ രണ്ടാളും കൂടി നടന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 50 പേരിൽ കൂടുതലുണ്ട്. ഒറ്റ ഒഴിയിലേക്ക് ഇത്രയും പേരോ? വിഷ്ണു വൈശാഖിനും അന്തം വിട്ടുപോയി. നെക്സ്റ്റ് വൺ വൈശാഖ് ശേഖർ. വിറയ്ക്കുന്ന കാലടികളോടെ അവൻ ക്യാബിനിലേക്ക് പോയി. 6 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ നടത്താൻ. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വൈശാഖൻ ആൻസർ ചെയ്തു. ശരി, വിളിക്കാം. ചുണ്ടിൽ കടും ചുവപ്പ് ലിപ്സ്റ്റിക് ഇട്ട ഒരു മാഡം പറഞ്ഞു. എന്തായി, വല്ലതും നടക്കുമോ? പ്രതീക്ഷയൊന്നും ഇല്ലടാ, വാ പോകാം. വൈശാഖ് പതിയെ കൂട്ടുകാരനുമായിട്ട് പുറത്തേക്ക് നടന്നു. നീ വാ, വിശക്കുന്നില്ലേ? നമുക്ക് വല്ലതും കഴിക്കാം. ഓ, അതൊന്നും വേണ്ട, നമ്മളിപ്പോൾ തന്നെ വീടെത്തില്ലേ വൈശാഖേ? ഒന്ന് പോടാ, രാവിലെ ഇറങ്ങിയതല്ലേ, കാപ്പി പോലും കുടിക്കാതെ. വൈശാഖ് കൂട്ടുകാരനുമായിട്ട് ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. നിനക്കെന്താ വേണ്ടത്? ഊണ് മതിയോ അതോ ബിരിയാണിയാണോ? എനിക്ക് വല്ല ചപ്പാത്തിയോ വെജിറ്റബിൾ കറിയോ മതിയിടാ. പക്ഷേ വൈശാഖൻ ഒരു ബിരിയാണിയാണ് അവൻ ഓർഡർ ചെയ്തത്. വൈശാഖനാണെങ്കിൽ ഒരു ഊണും കഴിച്ചു. എന്തുമാത്രം ആൾക്കാരാടാ ആ ഇൻ്റർവ്യൂവിന് വന്നത്. ഞാൻ വിചാരിച്ചു 5-6 പേരെ വരുമെന്ന്. വൈശാഖൻ നിരാശയോടെ പറഞ്ഞു. ഇത്രയും വലിയ ഷോപ്പല്ലേടാ, അതുകൊണ്ടായിരിക്കും. 2 പേരും ഭക്ഷണമൊക്കെ കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങി. വൈശാഖൻ തൻ്റെ ഫോണെടുത്ത് നോക്കി. ലക്ഷ്മിയുടെ കോളൊന്നും വന്നിട്ടില്ല. ഉണ്ണിമോൾ ഒരു തവണ വിളിച്ചു, പിന്നെ അച്ഛനും. അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ അത് വീണ്ടും റിങ് ചെയ്തു. നോക്കിയപ്പോൾ അച്ഛനാണ്. ഹലോ. ആ അച്ഛാ. കഴിഞ്ഞു. അറിയില്ല നടക്കുമെന്ന്. അവർ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ഓക്കെ അച്ഛാ. പാവോ അച്ഛൻ, അവൻ്റെ മനസ്സ് പുകഞ്ഞു. ഇത്രയും ഭാഗ്യദോഷിയായ മകന് ജന്മം നൽകിയതിൽ അച്ഛൻ ഖേദിക്കുന്നുണ്ടാകും. എടാ, വിഷ്ണു അവൻ്റെ കയ്യിൽ പിടിച്ചു. എടാ, നിനക്കിതിലും നല്ല ജോലി കിട്ടും. ഇതൊക്കെ വെറും ലോക്കൽ ജോലി. ആ എന്തെങ്കിലും ആവട്ടെ, വാ പോകാം. ലക്ഷ്മി മോൾക്ക് അടുക്കള കാണൽ ചടങ്ങിന് പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകേണ്ടത് എന്ന ചർച്ചയിലാണ് അശോകനും ശ്യാമളയും. അലമാര ഒരെണ്ണം തേക്കിൻ്റെ പണിയിക്കുന്നുണ്ട്. അത് പോരാതെ എന്താണ് കൊടുക്കേണ്ടതെന്നാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. മകളോട് തന്നെ വിളിച്ചു ചോദിക്കാനാണ് അവർ തീരുമാനിച്ചത്. അവിടെ AC ഇല്ലാത്ത കാര്യം മകൾ പറഞ്ഞുവല്ലോ എന്ന് അപ്പോഴാണ് ശ്യാമള ഓർത്തത്. ഒരു കാര്യം ചെയ്യാം, അതുകൂടി മേടിക്കാമെന്ന് അവർ തീരുമാനിച്ചു. മോൾക്ക് സന്തോഷക്കുറവ് വല്ലതും ഉണ്ടോടി? ഒന്നുമില്ല. പിന്നെ വൈശാഖന് ജോലിയില്ലാത്തതിൻ്റെ വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതല്ലേടി വൈശാഖനോട് നമ്മുടെ ഷോപ്പ് നടത്തിക്കോളാൻ. പക്ഷെ അയാൾക്ക് സമ്മതമല്ല. രാജീവനെ പോലെ അല്ല വൈശാഖൻ, അഭിമാനമുള്ളവനാണ്. വരട്ടെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും ജോലി ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി വൈശാഖനെ നിർബന്ധിക്കാം. നീ മോളുടെ കയ്യിൽ കാശ് കൊടുത്ത് വിട്ടായിരുന്നോ? ഇനി തിങ്കളാഴ്ച മുതൽ അവൾക്ക് കോളേജിൽ പോകണ്ടേ? ഞാൻ കൊടുത്തു. ആദ്യം അവൾ മേടിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ വാങ്ങിയത്. എൻ്റെ അനൂപേട്ട, ലക്ഷ്മിയാണെങ്കിൽ ഇത്രയും കാശുള്ള വീട്ടിലെ പെണ്ണല്ലേ? എന്നിട്ട് ലോക തട്ടിപ്പായ ജാതകദോഷവും പറഞ്ഞ് അവളുടെ ലൈഫ് പോയില്ലേ? അനൂപും പ്രിയയും കൂടി ഇടയ്ക്ക് കണ്ടുമുട്ടിയതാണ്. നീ പോടി മിണ്ടാതെ. എൻ്റെ കൂട്ടുകാരനെ ഹൈ ഡിസ്റ്റിങ്ഷൻ മേടിച്ചു പാസ്സായവനാ, അതും MSc മാത്സ്. അവനെ നീ അത്രയ്ക്ക് കൊച്ചാക്കിയൊന്നും കാണണ്ട. അതുപോലെ തന്നെ അവനെപ്പോലെ നല്ല സ്വഭാവമുള്ളൊരു പയ്യന് ഇനി അടുത്ത നാട്ടിലൊന്നുമില്ല. അനൂപ് കൂട്ടുകാരന് വേണ്ടി അവൻ്റെ കാമുകിയോട് വാദിച്ചു. നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി. തന്നെയല്ല, അവൾക്ക് ഈ ബന്ധുവൊന്നും ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു എന്ന് മാത്രം. ആണെങ്കിൽ കണക്കായിപ്പോയി. നീ നിന്റെ പാട് നോക്ക്. അനൂപ് അവളോട് ദേഷ്യപ്പെട്ടു. അനൂപേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു, അല്ലാണ്ട് വേറൊന്നും ഇതിൽ കാണണ്ട. ശരി, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അവൾ അനൂപിനോടും പറഞ്ഞു. അതെ, എനിക്ക് പോകണം, ധൃതി. സമയം പോന്നു. അവൾ ധൃതി കൂട്ടി. ഇത്തിരി സമയം കഴിയട്ടെ, നീ നിൽക്ക്. അവൻ പ്രിയയെ നോക്കി. ഓ പിന്നെ, ഞാൻ പോന്നു, വീട്ടിൽ അന്വേഷിക്കും.
നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് വെറുതെ സമയവും പോയി. വീട്ടിലറിയാവുന്ന കാര്യമല്ലേ? എൻ്റെ കൂടെയാണെന്ന് നിൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ കുറച്ച് കഴിഞ്ഞു പോയാൽ മതി. അമ്മ പറഞ്ഞിട്ടുണ്ട്, അനൂപേട്ടന് സ്വന്തമായി ഒരു ജോലി കിട്ടിയ ശേഷം മാത്രമേ നമ്മുടെ വിവാഹം നടത്തി തരൂന്ന്. അത് നിൻ്റെ അമ്മ പറയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ മാത്രമേ നിന്നെ കല്യാണം കഴിക്കത്തുള്ളൂ. നിന്നെപ്പോലെയുള്ള സാധനത്തിനെയൊക്കെ പോറ്റണമെങ്കിൽ കുറഞ്ഞത് മാസം ഒരു 35,000 രൂപയെങ്കിലും സ്ഥിര വരുമാനം വേണം. ആണോ? എങ്കിൽ കണക്കായിപ്പോയി. കുറച്ച് സമയം കൂടി സംസാരിച്ച് നിന്നിട്ട് അവർ രണ്ടാളും പിരിഞ്ഞുപോയി. ലക്ഷ്മിക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്ന കാര്യം വൈശാഖിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കുമെന്ന് അനൂപ് ഓർത്തു. അവനൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അനൂപ് വേഗത്തിൽ തൻ്റെ ബൈക്ക് ഓടിച്ചു പോയി. എടത്തി, മഴയ്ക്ക് കാറുംകോളും ഉണ്ട്. വലിയേട്ടൻ്റെ ഡ്രസ്സ് എടുത്തിരുന്നോ? ഉണ്ണിമോളും സുമിത്രയും കൂടി പൂവാലിയ മണിക്കുട്ടിയെയും പാടത്തു നിന്ന് അഴിച്ചുകൊണ്ട് വരികയാണ്. എല്ലാം എടുത്തിരുന്നു മോളെ. മഴ പെയ്യും തോന്നല്ലേ? ലക്ഷ്മി അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. വെയിലത്തുണങ്ങാനിട്ടിരുന്ന മുളകുകളൊക്കെ വാരിക്കൂട്ടി വെക്കുകയാണ് വീണ. ഞാനും കൂടി സഹായിക്കാം. ലക്ഷ്മി അവളുടെ അടുത്ത് വന്നിരുന്നു. അയ്യോ വേണ്ട എടത്തി, എടത്തിക്ക് തുമ്മൽ വരും. വല്യേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. നല്ല മഴയും വരുന്നുണ്ട്. വല്യേട്ടനെ ഒന്ന് വിളിച്ചു നോക്കൂ എടത്തി. വീണ പറഞ്ഞപ്പോൾ ലക്ഷ്മി വേഗം മുറിയിലേക്ക് കയറി. ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും അവനത് അറ്റൻഡ് ചെയ്തില്ല. ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുത്തില്ല വീണേ. എങ്കിലിവിടെ എത്താറായി കാണും. മോളെ, ലക്ഷ്മി മോളെ, പോയി കുളിച്ചോ. നല്ല മഴയ്ക്കാണെന്ന് തോന്നുന്നു. ഇടിയും മഴയും വരുന്നതിന് മുമ്പ് വേഗം പോയി കുളിക്ക്. സുമിത്രയാണെങ്കിൽ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുകയാണ്. ലക്ഷ്മി അവരുടെ മുറിയിലേക്ക് കുളിക്കാനായി പോയി. മുറ്റത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഏട്ടൻ വന്നെന്ന് തോന്നുന്നു. ഉണ്ണിമോൾ വേഗം ഉമ്മറത്തേക്ക് ചെന്നു. ഏട്ടൻ ഇതെവിടായിരുന്നു? ഏടത്തി മുമ്പ് വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ലല്ലോ. കൈനകരി എത്തിപ്പോൾ തുടങ്ങിയ മഴയാണ്. ഒരു തരത്തിലടി വന്നു പെട്ടത്. നീ നോക്ക്, ഞാൻ ആകെ നനഞ്ഞു. തുടരും.